വട്ടിയൂർക്കാവിൽ നടന്ന ടോക്ക് ഷോ ആർക്കു വേണ്ടി എന്നുള്ള വിഷയമാണ് ജനശബ്ദം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പ്രേക്ഷകൻ ജോസുകുട്ടി പാലായിൽ നിന്നും പ്രതികരിക്കുന്നു. ശ്രീ ജോസുകുട്ടി പ്രതികരിക്കാം. നമസ്കാരം സാറേ. നമസ്കാരം. സാറേ, ഞാനിപ്പോ നന്ദൊന്നും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയണം. ഞാൻ ഈ കഴിഞ്ഞിടെ എനിക്ക് നല്ല ഡിബേറ്റുകളൊക്കെയാണ് ഞാൻ കാണുന്ന ഒരാളാണ് സാറേ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഡിബേറ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ നോക്കും നമ്മുടെ BJP-യുടെ ആരാ ചർച്ചയ്ക്ക് അതിനകത്തുള്ളതെന്ന് നോക്കിയിട്ട് ഞാൻ ആ ചാനൽ വെക്കും. അല്ലെ അടുത്ത ചാനൽ നേരം മാറ്റി. ഞാൻ കഴിഞ്ഞാണ് ഞാനിങ്ങനെ കണ്ടത് ഈ നമ്മുടെ മാതൃഭൂമി ചാനൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അതുപോലെയുള്ള നമ്മുടെ BJP-യിലോട്ട് പുതിയതായിട്ട് ചേരുന്നവർ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അത്ര നാളെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് പാർട്ടിയെ മാത്രം നമ്മൾ നോക്കി ഏതെങ്കിലും വലുതിന്. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ അതിലും വലിയൊരു കൂട്ടസംഘത്തെ കൊണ്ട് നമ്മൾ ഇപ്പം നോക്കി വേണം നമുക്ക് മുന്നോട്ട് പോകാം. അതും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പാർട്ടി അവരെക്കാളും വിഷം കൂടിയേരമായി ഈ മാധ്യമ പ്രവർത്തകർ മാധ്യമം. അപ്പൊ അതും കൂടെ നമ്മളത് വളരെ ശ്രദ്ധിക്കണം. കാരണം രാജവെമ്പാലയുടെ വിഷമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുക മാധ്യമപ്രവർത്തകർക്ക്. രാജവെമ്പാലയുടെ വിഷമുണ്ടെന്നാണ് ജോസൂട്ടി പറയുന്നത്. ഈ കഴിഞ്ഞ ഞാനൊരു മാതൃഭൂമി ഒരു ചർച്ച ഞാൻ കണ്ടത്. അതിനകത്ത് നമ്മുടെ ഒരു തീർത്തും ഒരു പാവം ഒരു അത്ര വലിയ കഴിയില്ലാത്ത ഒരു ചർച്ചയ്ക്ക് വന്നു. അപ്പൊ അതിനകത്ത് ആര്യ എന്ന് പറഞ്ഞ കുട്ടിയാണ് ചർച്ച നടത്തുന്നത്. ആര്യ എന്ന് പറഞ്ഞാൽ BJP നെല്ലം തോടിക്കേണ്ടത് ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ. അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയാണ്. അത് ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പറ്റി ആ പുള്ളിക്കാരോട് ചോദിച്ചു പുള്ളിക്ക് ആകെ പോകാതെ പുള്ളി ചൂട്ടിപ്പോയി. പിറ്റേ ദിവസം ഈ അഭ്യാസമായിട്ട് പുള്ളിക്ക് നന്ദു വന്നു ചർച്ചയ്ക്ക് വന്നു. അത് നന്ദു അതിന്റെ തലേദിവസം ഞാൻ ചങ്ക് പൊട്ടി സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ആ ചെറുക്കനായിട്ട് വെള്ളം കുടിക്കുന്നത്. പിറ്റേ ദിവസം നന്ദു വന്ന് അതിന് ശരിക്കും മറുപടി കൊടുത്തപ്പോൾ എനിക്ക് ഉറക്കം വന്നു. അതുകൊണ്ട് നന്ദു ഞങ്ങളെ പോലുള്ളൊരു പലരും ഉണ്ട് കേട്ടോ. അത് നന്ദു ഒക്കെ വരണം ചർച്ചയ്ക്ക്. നന്ദു നമ്മളിങ്ങനെ ഇത് ചുമ്മാ പിള്ളകളിയല്ല കേട്ടോ. ഇത് നമ്മളൊരു നല്ലൊരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ നേരിടുന്നത്. ചുമ്മാ നമുക്കൊരു ഒറ്റ വോട്ടാളും കിട്ടുന്ന ഒരു വകുപ്പാണ് ഈ ചാനൽ ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ. അല്ലാതെ നിസ്സാര കളിയൊന്നുമല്ല. അതുകൊണ്ട് നന്ദു ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പറഞ്ഞ് ചാനൽ ചർച്ചയിൽ പോകുമ്പോൾ ആരും അവിടെ നന്ദുവിനും കൂടിയുള്ള ഉപദേശമാണ്. നന്ദുവും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അല്ലേ? വളരെയധികം നന്ദി. തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. അങ്ങനെയുള്ള ഡിബേറ്റുകളെ ഞങ്ങൾ ആലോചിക്കും. അതുപോലെ നമ്മൾ നല്ല കഴിവ് സാക്ഷിയുള്ള വിടാളെ നന്ദു. ഞാൻ ചണ്ടപ്പരിച്ച് പറയാം. നരേന്ദ്രമോദി നെഞ്ചിലേറ്റ് നടക്കുന്ന ആളാണ് നന്ദു. കുഴപ്പിച്ചല്ലേ? വളരെയധികം നന്ദി ശ്രീ ജോസുകുട്ടി. അപ്പോൾ ശ്രീ നന്ദു, ഈ വളരെ അപകടം പിടിച്ച പണിയാണ് ഈ, പ്രത്യേകിച്ചും സ്ഥാനാർത്ഥിയായാൽ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ശ്രീലേഖയെ പോലെയുള്ള ഒരാൾ, മാഡം പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥയായി ആണ്, കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ്, രാഷ്ട്രീയ പരിചയം കുറവാണ്. ഇങ്ങനെയുള്ള ആളുകളെ കൊടുക്കാനാണല്ലോ ഇവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞു പിടിച്ച് ഈ ശ്രീലേഖ മാഡത്തെ പോലെയുള്ള ആളുകളെ ഒരു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുഴപ്പത്തിലാക്കാൻ ഒരു ശ്രമം നടത്തുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രീലേഖ മാഡത്തിൻ്റെ കൂടെയുള്ള BJP പ്രവർത്തകർക്ക് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ? അതായത് മാരാർജി ഭവൻ പോലുള്ള BJP-യുടെ ആസ്ഥാന കേന്ദ്രത്തിൽ ഇതേപോലുള്ള SFI പ്രവർത്തകർ, DYFI-ക്കാർ വന്നൊരു സ്ഥാനാർത്ഥിയെ ചുറ്റുമിരുന്ന് വളഞ്ഞിരുന്ന് ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം, അവിടെ BJP-ക്ക് ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ എസ് നന്ദു? അല്ല, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ SFI DYFI പ്രവർത്തകരായിട്ട് വന്നിരുന്നിട്ട് നടത്തിയതെങ്കിൽ മേലങ്കി കൊണ്ടാണ്. അതാ അപ്പോൾ ഈ കള്ളന്മാരും ഈ മാരീചന്മാരെയും ആയിട്ടുള്ള ആളുകളെയാണ് ഇവർ ഇത്തരത്തിലുള്ള പണിക്ക് വിടുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ പറയില്ലേ, നാട്ടിലൊക്കെ പറയും ശിഖണ്ഡിപ്പണി എന്ന് പറയില്ലേ, അമ്മാതിരിയുള്ള പണിയാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഈ ഇത്തരത്തിലുള്ള കമ്മികളെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ മറ്റു രീതിയിൽ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവരോടൊക്കെ നമ്മൾ സമ്മതിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി കഴിഞ്ഞ കുറേ കാലങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഈ കേരളത്തിനകത്ത് BJP രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഓരോ പ്രവർത്തകനും ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ കൃത്യമായി തന്നെ പഠിച്ചിട്ടുള്ളവരാണ്, അതിനെല്ലാം കഴിവുള്ളവരാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ നമുക്ക് ആ രീതിയിൽ ഇവരെ മാനേജ് ചെയ്യാൻ കഴിയാത്തത്, ഇവർ ഈ മാധ്യമപ്രവർത്തകൻ്റെ ആട്ടിൻ തോലിട്ട ചെന്നായി എന്നൊക്കെ പറയുന്നത് പോലെ ആ ചെന്നായിയുടെ സ്വഭാവം കാണിക്കുകയാണെങ്കിലും ആട്ടിൻ്റെ തോലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. ഇപ്പം നമ്മൾ നോക്കേണ്ട ഒരു മാനസികാവസ്ഥ, എന്തുകൊണ്ട് ഈ വിഷയം ഇങ്ങനെ ശ്രീലേഖ മാഡത്തിനെ ടാർഗറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് സുരേന്ദ്രനിലേക്ക് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ടാർഗറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് കരമന ജയനെതിരെ ആരോപണം അല്ലെങ്കിൽ ആ ഡീൽ പറയുന്നു, എന്തുകൊണ്ട് കഴക്കൂട്ടത്ത് അത് പറയുന്നു. അപ്പോൾ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പണ്ട് കാലങ്ങളിൽ ഇവർ പറഞ്ഞിരുന്നു, കുറേ കാലം മുൻപ് വരെ ഇവർ പറഞ്ഞിരുന്നത് BJP ജയിക്കുന്ന പാർട്ടിയല്ല, BJPക്ക് ഒരു ജയസാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയെടുത്ത് നിന്ന് നിങ്ങൾ നോക്കൂ, കേരളത്തിനകത്ത് BJPയുടെ A ക്ലാസ് മണ്ഡലം അല്ലാത്തൊരു മണ്ഡലം, ആ മണ്ഡലമാണ് കോട്ടയം ജില്ലയിലെ പാലാ നിയോജക മണ്ഡലം. ആ പാലാ നിയോജക മണ്ഡലത്തിൽ
ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം, കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ശ്രീ ഷോൺ ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ഒരു വില കുറഞ്ഞ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നിർവചിക്കപ്പെടുമോ? ഇല്ല. നിങ്ങൾ നോക്കൂ, പാലാ നിയോജക മണ്ഡലം ശ്രദ്ധിക്കപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ്? മാണി സി കാപ്പൻ്റെ പേരിലാണോ പാലാ നിയോജക മണ്ഡലം ശ്രദ്ധിക്കപ്പെടുന്നത്? അല്ല. കാരണം കഴിഞ്ഞ തവണയും മാണി സി കാപ്പനാണോ അവിടെ മത്സരിച്ചിരുന്നത്? അതുപോലെ ജോസ് കെ മാണിയുടെ പേരിലാണോ ഇന്ന് പാലാ മണ്ഡലം ശ്രദ്ധിക്കപ്പെടുന്നത്? അല്ല. കാരണം കഴിഞ്ഞ തവണയും ജോസ് കെ മാണിയാണ് അവിടെ മത്സരിച്ചിരുന്നത്. ഇന്ന് പാലാ നിയോജക മണ്ഡലം കേരളത്തിലെ ചർച്ചകളിലും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പിൻ പോയിന്ററായി പാലാ നിയോജക മണ്ഡലം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം BJPയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഷോൺ ജോർജിന്റെ പ്രസൻസ് ആണ്. കേരളത്തിനകത്ത് ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും നമ്മളൊന്നും എത്തിച്ചേരില്ല എന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ പോലും BJP കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ ഒരു പേടി, ഒരു ഭയം, ആ ഭയമാണ് ഇവർ രണ്ടുപേരും രണ്ടല്ല ഒന്നാണ് എന്ന ഞങ്ങളുടെ നിർവചനങ്ങളെ ഏകദേശമൊക്കെ ശരിയായി കേരളത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ആരോപണത്തിൻ്റെ രണ്ട് ശീലുകൾ പിടിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് കേരളത്തിൽ പുതിയൊരു മാറ്റം വന്നിരിക്കുന്നു. അതിനെ തടസ്സപ്പെടുത്താൻ എത്ര വലിയ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ ഇറങ്ങിത്തിരിച്ചാലും അതിനെയൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ കേരളത്തിലെ ജനങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് ഇനിയും ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല എങ്കിൽ ഇവർ രണ്ടുപേരും വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണ് എന്ന് പറയുകയേ നിർവാഹമുള്ളൂ. നന്ദു തുടരുക. കൊല്ലത്തു നിന്നും ശ്രീ വിജയൻ ചേരുന്നു. ശ്രീ വിജയൻ പ്രതികരിക്കാം. നമസ്തേ സാറേ. നമസ്തേ. എനിക്ക് ഇപ്പൊ ഇതിനകത്ത് പ്രതികരിക്കാനുള്ളത് ആ ശ്രീലേഖ മാമ, ആ ശ്രീലേഖാജി ഇല്ലേ, ശ്രീലേഖാജി. അതെ. ആ ശ്രീലേഖ മാമന് ഏത് വിധേനെ അവിടെ ജയിപ്പിക്കണമെന്ന് നമ്മള് ഈ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ഒന്നടങ്കം അവരെ ജയിപ്പിക്കുക. കാരണം അവര് ഒരു IPS കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS എന്നുള്ള ആ പരിഗണന മിക്കവേ തന്നെ നമുക്ക് ഒരുപാട് പേര് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ജയിക്കാനുണ്ട്. ജയിക്കുന്നവരുടെ ലിസ്റ്റ് വേണേ ഞാൻ അങ്ങോട്ട് പറയാം. ശ്രീലേഖ മാമ്, പിന്നെ മുരളീധരൻജി, നമ്മുടെ കാട്ടാക്കടയിൽ ഇരിക്കുന്ന കൃഷ്ണദാസ് ജി, പിന്നീട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ വേറെയും ആളുണ്ട്. പിന്നെ ചാത്തന്നൂരിൽ നിന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ. ഞാനത് പറയുന്നതിനിടയ്ക്ക് എന്നെ കളിയാക്കുന്നുണ്ട്. ആള് വേറെ ആളാ, കോൺഗ്രസിന്റെ ആളാ കേട്ടോ സാറേ. അപ്പം എവിടെയാ ഇരിക്കുന്നത് ശ്രീ വിജയൻ? എവിടെയാണ് ഇരിക്കുന്നത്? ചായക്കടയിൽ വല്ലതും ആണോ? അല്ലല്ല, ഞാൻ എന്റെ വീട്ടിലാണ്. ഓ ശരി. വൈഫും കൂടെ കാണുന്നത്. വൈഫിന് ഭയങ്കര കോൺഗ്രസ് പ്രേമോ. അല്ല, വീട്ടിലാണ്. വീട്ടിൽ കൊല്ലത്താണ്. കൊല്ലം കോർപ്പറേഷനിലാണ് എനിക്ക് വോട്ട്. അതുകൊണ്ട് ഇവിടെ കൊല്ലത്ത് വളരെയധികം സന്തോഷം. ഈ കുടുംബങ്ങളിൽ പോലും ജനൻ TVയുടെ ജനശബ്ദം ചർച്ചയാവുന്നു, ഒരു വീട്ടിൽ പോലും ഇത് ചർച്ചയാവുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എന്തായാലും ഇത്തരം വിഷയങ്ങൾ ഇനിയും വിളിക്കുക. ശ്രീ വിജയൻ കൊല്ലമാണ് സംസാരിച്ചത്. ശ്രീ നന്ദു, ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ സാധാരണ പ്രേക്ഷകർ പോലും BJPയുടെ കയ്യിലുള്ള ലിസ്റ്റിനേക്കാൾ വളരെ പ്രസക്തമായി സാധാരണ പ്രവർത്തകർ പോലും പറയുന്നു BJP വിജയിക്കുന്ന മണ്ഡലങ്ങളുടെ ലിസ്റ്റൊക്കെ അവർ പറയുകയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ നേരത്തെ നന്ദു പറഞ്ഞത് ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞു വരുമ്പോൾ അവരെ വളരെ പെട്ടെന്ന് അവരെ തിരിച്ചറിയാൻ പാടാണ്, അവരെ ഇത്തരത്തിലുള്ള ട്രാപ്പിലാണോ എന്നറിയാൻ പാടാണ് എന്നൊക്കെ പറയുന്നു. ഒരു പക്ഷേ ഇന്നലെ ഇത് മുൻകൂട്ടി അറിഞ്ഞ് അവരെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ വാർത്ത ഇങ്ങനെ ആകുമായിരുന്നില്ല. മാരാർജി ഭവനിൽ സ്ഥാനാർത്ഥിയെ കാണാൻ വന്ന മാധ്യമപ്രവർത്തകരെ ഇറക്കി വിട്ടു. അവിടെ BJP പ്രവർത്തകർ വളരെ മോശമായി പെരുമാറി എന്നുള്ള തരത്തിൽ മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം ചിലപ്പോൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം വരുമായിരുന്നു അല്ലേ? അങ്ങനെയും ഭയപ്പെടുന്നുണ്ട് അല്ലേ? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ഒരു പട്ടിയെ ആട്ടി ഓട്ടിക്കും പോലെയാണ് മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് പറയുന്നത്. അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച കോടിയേരി ബാലകൃഷ്ണനോട് പോലും കയർക്കുന്ന അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി മാറുന്നു. നിങ്ങൾ നോക്കുക, അവിടെ നിന്ന് ശ്രീ സുരേഷ് ഗോപിയോട് ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം ചോദിച്ച കുട്ടിയോട് വളരെ സഭ്യമായി എല്ലാവരും നിൽക്കുമ്പോൾ മോളെ
എന്ന് പറഞ്ഞ് സംസാരിക്കുന്നയാളിനെതിരെ കേസ് കൊടുക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ നോക്കൂ, ഒരാളെ പട്ടിയെ ആട്ടിയിറക്കും പോലെ ആട്ടിയിറക്കിയ ആളിനോട് ഇന്നും കീജയ് വിളിക്കുന്ന മാധ്യമപ്പട, എന്നാൽ മോളെ എന്ന് വിളിച്ച് സംസാരിച്ച ഒരു കുട്ടിയോട് ആ കുട്ടിയോടുള്ള ഇൻറ്റൻഷൻ അത് മോശമാണ് എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന നിലവാരത്തിലേക്ക് ചില മാധ്യമ പ്രവർത്തകർ, ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, എല്ലാ മാധ്യമ പ്രവർത്തകരും അങ്ങനെയാണെന്നുള്ള ഒരു മുൻധാരണയും എനിക്കില്ല. പക്ഷെ ചില ആളുകൾ, അത് നമ്മൾ പറയില്ലേ, കൂട്ടത്തിനകത്തുള്ള ചില ആളുകൾ, കരിങ്കാലികൾ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അങ്ങനെയുള്ള ആളുകളെ കൃത്യമായി അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ കൃത്യമായി കണ്ടെത്തുന്നതിന് ചില കുറ്റവും കുറവും വരുന്നു എന്നുള്ളത് സത്യമാണ്. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായും.